ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എഴുന്നേറ്റുള്ളൂ. ഇന്നലെ കസ്റ്റമർ ഉണ്ടായില്ല. ഇന്നലെ എനിക്കൊരു പണി പറ്റി. എനിക്ക് ഇന്നലെ ഒരു സിനിമ കാണണമെന്നൊരു പൂതി. അങ്ങനെ സിനിമ കണ്ട് ഉറങ്ങിയപ്പം നേരം വൈകി. 7 മണിയെങ്കിലായിട്ടോ ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പം. കുറേ ചിരിച്ച് കുറേ കരഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ ഞാൻ രാവിലെ ഒരു 10:30 എഴുന്നേറ്റു ഇന്ന് രാവിലെ. അപ്പോൾ എനിക്കൊരു കസ്റ്റമർ ഉണ്ടായിരുന്നു. അങ്ങനെ 10 എഴുന്നേറ്റ് കസ്റ്റമർ എടുത്ത് പിന്നെ ഒറ്റ ഉറക്കം റിപ്ലൈ ചെയ്തേക്കണം. അതിൻ്റെ ഇടയിലൊരു കോള് കണ്ടോടെ കേൾപ്പിച്ചരാം. എല്ലാവരും കേട്ടോ. അവന് സിക്കാ എനിക്ക് ചൊറയേക്കാണ്. ആരാണെന്ന് അറിയില്ല കേട്ടോ. എല്ലാവരും കേട്ടോട്ടോ. എന്തൊക്കെയാ പറയണേന്ന്. വല്ല ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പെടൂല. എന്തമാരെല്ലാം കളഞ്ഞ. ആഹാ, ഡിലീറ്റ് ആക്കിയാ മൈരൻ. ആ പൂർവ്വം ഡിലീറ്റ് ആക്കി. ഏതൊരു മൈരൻ എന്നെ വിളിച്ചിട്ട് കരയുക കേട്ടോ. അവ 2 മെസ്സേജ് വിളിച്ചൊക്കെ മറന്നുപോയാ. എന്തിനാ ഈ വോയിസ് ഒക്കെ ഡിലീറ്റ് ആക്കുന്നേ? ആരാന്നറിയില്ല കേട്ടോ. ഏതോ നാട്ടിൽ 25 വയസ്സായ പയ്യൻ എനിക്ക് വോയിസ് ഒക്കെ ഡിലീറ്റ് ആക്കി കേട്ടോ. അത്രയും വേണ്ടപ്പെട്ട മരിച്ചിട്ട് ഞാനുണ്ട്. എനിക്കങ്ങനെ കരച്ചിട്ട് വരാറുണ്ട്. സത്യമായിട്ടും ഞാൻ എൻ്റെ നോൺ സ്റ്റോപ്പ് ആയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് അത് വയ്യാണ്ട് ചേച്ചി. സത്യമായിട്ടും എന്ത് ലൈഫ് ചേച്ചിയെ. എനിക്ക് ആരും ഒരു സന്തോഷവും കിട്ടില്ല ചേച്ചിയെ. എനിക്ക് നിങ്ങളെ കാണുമ്പോ എനിക്ക് അറിയില്ല ചേച്ചിയെ. അത്ര ഇഷ്ടപ്പെട്ടു പോയിട്ടാ. അതുകൊണ്ടാണ് സത്യമായിട്ടും ചേച്ചി എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കണ്ട. പൊന്ന് ചേച്ചിയല്ലേ, ഒന്ന് എനിക്ക് വേണ്ടി ഒരു 10 മിനിറ്റ് ഒന്ന് ക്ഷമിക്കുക ചേച്ചി പ്ലീസ്. ഞാൻ ഇത്രയും പറഞ്ഞിട്ട് പോലെ കെഞ്ചിട്ടില്ലേ. എനിക്ക് വേണ്ടി ഒരു 10 ഒന്ന് ക്ഷമിക്കുക പ്ലീസ്. ഞാൻ ഇനി ശല്യം ചെയ്ത് ചേച്ചിയുടെ. ആരെന്നറിയില്ലേ. ഞാൻ നല്ല ഉറക്കത്തിലോ കുടുകൂടെന്ന് കരയുവാ. ചേച്ചി എനിക്ക് ചേച്ചീനെ ജീവനാണ്. ഞാൻ എൻ്റെ അമ്മ ഇത്ര സ്നേഹിച്ചിട്ടില്ല. ചേച്ചി എന്നെ ഒന്നും ഒരു കോള് വിളിക്കുമല്ലോ. ഞാൻ ആത്മഹത്യ ചെയ്യും. ചേച്ചിയോട് സംസാരിക്കുമ്പോൾ ചേച്ചി ഓപ്പൺ മൈൻഡാണ്. ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം ഈ റീൽസ് ഞാൻ കാണാറുണ്ട്. ചേച്ചിയുടെ ഫേസ്ബുക്കിൽ ആൾക്കാർ ഇടുന്ന് കാണാറുണ്ട്. ചേച്ചിയുടെ അടുത്ത് എന്തോ ഓപ്പണായിട്ട് സംസാരിക്കാൻ ചേച്ചി ഒരു വിളിച്ചുകൂടെ ചേച്ചി. ചേച്ചിയോട് സംസാരിക്കുമ്പം എനിക്ക് എന്തോ എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെയാണ്. എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് ചേച്ചി. എന്നെ ഒന്ന് വിളിക്കുമോ ചേച്ചി പ്ലീസ്. ചേച്ചീനെ മറ്റുള്ളവർ കാണുന്ന പോലെയല്ല ഞാൻ കാണുന്ന ചേച്ചി. എനിക്ക് 25 വയസ്സുള്ള ചേച്ചി. എനിക്ക് ഒരുപാട് പറയാൻ, എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ചേച്ചിയുടെ അടുത്ത് പറയുമ്പം ചേച്ചി നല്ലൊരു മനസ്സിൻ്റെ ആളാണ് ചേച്ചി. ഒന്ന് വിളിക്കുക ചേച്ചി. എൻ്റെ വിഷമങ്ങൾ ചേച്ചിയോട് സംസാരിക്കുമ്പോൾ മാറും. ചേച്ചി അങ്ങനത്തെ ഒരാളാണ്. അയാളുടെ മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. മന്തി കേട്ടോട്ടാ. അതല്ല, ഞാൻ അത്രയും കരഞ്ഞതല്ല. അപ്പൊ എനിക്ക് എന്തോ ഒരു നാണക്കേട് പോലെ. അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തത്. എനിക്കെന്നെ കേൾക്കുമ്പോൾ എന്റെ വിശ്വാസം രണ്ടൊന്നല്ല കേട്ടോ. ബാക്കിയുള്ള മെസ്സേജുകൾ കിടന്നുള്ളൂ. അതിൽ ഫുള്ള് ഞാൻ കരഞ്ഞതല്ലേ. എന്തോ എനിക്കെന്നെ നാണക്കേട് തോന്നിട്ട് ഡിലീറ്റ് ചെയ്തതാ. സോറി. ആ കൊച്ചു പയ്യൻ ഒരുപാട്. ഞാൻ എന്നിട്ട് എന്താക്കാനാ മയില്. ഞാൻ വീഡിയോ കോൾ അങ്ങോട്ട് ചെയ്ത്. പിന്നെ വല്ല ആത്മഹത്യ ചെയ്യലോ. ആ ചേച്ചി തന്നെ നിലയ്ക്കാണ്. ഞാൻ ഏതവനാണെന്ന് അറിയാൻ വേണ്ടി ഞാൻ വീഡിയോ കോൾ ചെയ്തു. VPN ഓണാക്കിയിട്ട് ഈ ഫോണിൽ തന്നെ കസ്റ്റമറെ വെക്കുന്നത് VPN മയില് എന്തെങ്കിലും ഇതായി വന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, വീഡിയോ കോൾ ചെയ്തില്ല. അപ്പോഴല്ലേ ഈ മയിലിൻ്റെ സ്വഭാവം മനസ്സിലായില്ല. വീഡിയോ കോൾ ചെയ്തിട്ട് ഞാൻ വീഡിയോ കോൾ ചെയ്തു. കാണാൻ നല്ല ചക്കനാണ്. 23 വയസ്സെങ്ങാണ്ട് ഉള്ളു കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ ഞാനൊരു വീഡിയോ കോൾ ചെയ്തിട്ടോ. ഞാൻ എൻ്റെ ഫേസ് കാണിച്ചില്ല. ഫേസ് കാണിക്കണം ഞാൻ ഇങ്ങനെ ഇതാക്കിയില്ല. ചോദിച്ചാൽ എന്താ അങ്ങനെ പ്രശ്നം ചേച്ചി ഒന്ന് കാണട്ടെ. എന്നിട്ട് ഞാൻ വീഡിയോ കോൾ ഒന്നും മതി. എന്തെങ്കിലും വരട്ടെ. എത്ര ആൾക്കാർ നമ്മളെ കാണുന്നത് വീഡിയോ കോളല്ലേ. തുണിയിലാണ്ട് ഒന്നുമല്ലല്ലോ. ഞാൻ എന്തെങ്കിലും ആവട്ടെ. ഞാൻ വീഡിയോ കോൾ ചെയ്തു. വീഡിയോ കോൾ നോക്ക്. ഞാൻ വീഡിയോ കോൾ ചെയ്തു. നമ്മൾ ഫേസ് അല്ല കാണിക്കുന്നത്. നമ്മളൊന്നും കാണിക്കണമൊന്നുമില്ലല്ലോ. ഞാനത് വീഡിയോ കോൾ ചെയ്തു. എന്താ പ്രശ്നം ചേച്ചി? ആ കാര്യം പറഞ്ഞു. ചേച്ചി കൊടുക്കൂല നോക്കിയപ്പോൾ കൊടുക്കൂടാതെ കണ്ണീന്ന് വെള്ളം ഒഴുകണം. ഇതെന്തെൻ്റെ മോക്കറിയണ ചേച്ചിനെ കണ്ടതിന് സന്തോഷം. ചേച്ചിനെ റീൽസിൽ മാത്രമേ കണ്ടുള്ളൂ. ചേച്ചിക്ക് ഞാനൊരു ഉമ്മ കൂടെ തന്നോട്ടെ. അതിനാണ് എൻ്റെ വീഡിയോ കോൾ ചെയ്തത്. ചേച്ചി ഒരു ഉമ്മ കൂടെ തന്നോട്ടെ. എൻ്റെ അമ്മയെ പോലെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. ചേച്ചിനെ എൻ്റെ അമ്മയെ പോലെ കണ്ടോട്ടെ. ചേച്ചി ഒരു ഉമ്മ തന്നോട്ടെ. തന്നോ ഒരു ഉമ്മ കൂടെ തന്നോ. ഇതേ വിളിക്കുന്നു ഈ മൈരൻ. ഓക്കെ. ചേച്ചി അയ്യോ ചേച്ചി ചെറിയ പെൺകുട്ടിയാ. എന്നിട്ട് വർത്തനം കേൾക്കട്ടാ. അയ്യോ ചേച്ചി ചെറിയ പെൺകുട്ടിയായിരുന്നോ? അയ്യോ ചേച്ചിക്ക് മുഖത്തിനൊന്നും വണ്ണമില്ല.
അതിന് ഞാൻ വണ്ണമുള്ള പെൺകുട്ടിയൊന്നും ഇല്ലല്ലോ. ചേച്ചി റീൽസിൽ കാണുമ്പോൾ ചേച്ചിക്ക് വണ്ണമുണ്ട്, ചേച്ചി എന്ത് ഡ്രസ്സ് ഇട്ടേക്കണേ? ഞാനോ കണ്ടറിയില്ല എൻ്റെ ഡ്രസ്സ് എന്താന്ന്. അയ്യേ ചേച്ചിക്ക് വണ്ണം തീരെയില്ല. അപ്പോഴേക്കും മനസ്സിലായി കത്തിയിട്ടോ. ചേച്ചി റീൽസിൽ കാണുന്ന പോലെ ഒന്നും അല്ല. ഇത് കേക്ക്, ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയാണ്. അയ്യോ അപ്പം ചേച്ചിക്ക് ഇവിടെ ഒന്നും ഇല്ല. കേക്ക് അപ്പം ചേച്ചിക്ക് ഇവിടെ ഒന്നും ഇല്ലേ? എവിടെ ഒന്നുമില്ല. അപ്പം ചേച്ചിക്ക് നെഞ്ചൊന്നും ഇല്ലേന്ന്. ആഹാ അന്ന് മോനൊന്നുകൂടെ കട്ടാക്കി ഇനി മേള വിളിക്കായിരുന്നു മോന്. ഞാൻ VPN ഓഫ് ചെയ്തിട്ടില്ല, അൺഇൻസ്റ്റാളും ആക്കി VPN. ഈ ചേച്ചീനെ മൊത്തം കാണുന്നു. അതിൽ ഇവൻ വീഡിയോ കോൾ ഇങ്ങനെയൊക്കെ കാണിക്കുവാടി. കൈ ഇവിടുന്ന് ഒരു കൈ കാണാനില്ല. അടുപ്പിച്ച് ഫോൺ വെച്ചേക്ക, കൈ കാണുന്നില്ല. ആരാന്നറിയില്ല. ഹലോ, ഞാൻ വേണമെങ്കിൽ ഒന്ന് വീഡിയോ കോൾ ഇത് കാണിച്ചു തരാം. ആ ചെക്കനെ എന്തു പറയണ്, എടി കൈ കാണുന്നില്ല എന്ന്. ഇങ്ങനെ മാത്രം കൈ ഇവിടെ എന്തോ ശരീരം അനങ്ങുന്നുണ്ട്, ശരീരം അനങ്ങുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിന്നെ വേഗം കട്ടാക്കി. എനിക്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോ കോൾ ഇപ്പോൾ ചെയ്ത് കാണിച്ചു തരാം. ചെക്കനെ വേണോ? അവൻ്റെ നിപ്പും ഭാവം കണ്ടോ കേട്ടോ. വെയിറ്റ്, വോയിസ് കുറേ വിട്ടണം. എന്റെ ലൈഫിൽ ഞാൻ ഇത്രത്തോളം ഇങ്ങനെ കരഞ്ഞിട്ടില്ല. ഞാനൊരു വോയിസ് ഒക്കെ എന്തോ പോലെ എനിക്ക് തോന്നി. ആൾക്കാരെന്നെ കളിയാക്കി കൊല്ലും ഇങ്ങനെ കരഞ്ഞിട്ട്. എന്റെ സ്വന്തം പെണ്ണോ ഞാൻ തേച്ചിട്ടും ഒരാൾ മരിച്ചിട്ട് ഞാൻ അതിനെ കരഞ്ഞിട്ട് ഇഷ്ടമാണ്. പിന്നെ എന്തോ നടക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തത്. ബാക്കിയുള്ള മെസ്സേജുകളൊക്കെ ഇട്ടുണ്ടല്ലോ. സ്വന്തം അമ്മയും പെങ്ങളും മരിച്ചിട്ട് കരഞ്ഞിട്ടില്ല, എന്നോട് കരയുന്നു. ഏതോ ചെറിയ ചക്കര നാട്ടിലെ റീൽസ് കണ്ട് വട്ടുമൂത്തു. എൻ്റെ കുറേ റീൽസ് എൻ്റെ മുലയാട്ടമൊക്കെ കണ്ടപ്പോഴേ നാട്ടിലെ ചെക്കന്മാർക്ക് ഭയങ്കരമായിട്ട് ഇത് മൂത്തു. ഞാൻ എന്താക്കാൻ, എൻ്റെ മുലയാട്ടം അത്രയ്ക്കും ഇഷ്ടമാണ്. ഞാൻ ഈ കണ്ടി ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇങ്ങനെ പോസ്റ്റ്, പിന്നെ കുറേ ആൾക്കാരൊക്കെ എന്തൊക്കെയോ പോസ്റ്റ്, നാട്ടിലെ പയ്യന്മാർക്ക് ഇരിക്കപ്രതി ഇല്ലാണ്ടായി. എന്നിട്ട് ചേച്ചി ഞാൻ എന്താക്കും, ചേച്ചിന്ന് വിളിച്ചപ്പോൾ ഞാൻ അങ്ങ് അലിഞ്ഞും പോയി. പക്ഷെ ചെക്കൻ പൊളി കേട്ടോ, 24 വയസ്സുള്ളതിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അടിപൊളി ചെക്കനാ. ഞാൻ വീഡിയോ കോൾ ഇത് കാണിച്ചു തരാം. വെയിറ്റ്, ചെക്കൻ ചെറുതാണെങ്കിലും നല്ല ജിംബോഡിയാണ് ഉള്ളത് പറയാലോ. എന്നാൽ എനിക്ക് എന്തൊക്കെയോ മേടിച്ചു തരാൻ പോലും. ചേച്ചിക്ക് ഞാൻ ഗിഫ്റ്റ് അയച്ചു തരാം. ചേച്ചി ഒന്ന് വിളിക്കുക. ഇട്ടാൻ വേണ്ടി കാണിച്ചു തരാം വീഡിയോ കോൾ. VPN ഓണാക്കട്ടെ, നിങ്ങൾ കണ്ടോട്ടോ. ഞാൻ ഇങ്ങനെ സംസാരിക്കാം, കാണിച്ചു തരില്ല. ഓക്കെ വെയിറ്റ്, VPN ഓണാക്കി. വെയിറ്റ്, ഒന്ന് വിളിച്ചോട്ടെ. അജ്മാനെ നീ കേട്ടോട്ടാ. ഏതോ ഒരു വേട്ടാവളി അവൻ ഏതോ കാമുകി വിളിച്ചോണ്ടിരിക്കുക. വിളിയടാ മൈരുന്ന് ഇതാ, വിളിയടാ. അത് കോള് വന്നു, കോള് തന്നെ. ഹലോ, എന്തു പറ്റി? എന്ത് ഇങ്ങനെ ഷോക്കായിട്ടിരിക്കണേ? എന്താന്ന്? നിങ്ങളെന്ത് ഇങ്ങനെ മാറ്റി? നിങ്ങളുടെ കൈ അവിടെ ഇവിടെ, കൈയൊക്കെ അവിടെ പോയി? ഞാൻ എൻ്റെ മുഖം ഫേസ് കാണിക്കുന്നില്ല. പടമയിലേ നീ ഇവിടെ ആള് ശരിയല്ല. ഞാനോ ഇതാക്കി ശരിയല്ല അടീഷറിനെ. വൃത്തിയായിട്ടാണ് തോന്നുന്നു കേട്ടോ. ഞാൻ ബ്ലോക്ക് അടിക്കാൻ പോവാം. വാട്സപ്പ് ബ്ലോക്ക് അടിക്കട്ടെ. നാളെ കാൽമത്തി ഒന്നും പറയണ്ട. ഓക്കെ, വാട്സപ്പ് ചേച്ചി റെക്കോർഡാണോ? ലൈവിലാണോ ഒന്ന്? അയ്യേ, എനിക്ക് ലൈവിടേണ്ട ആവശ്യം എന്താ? എനിക്ക് ലൈവിടേണ്ട ആവശ്യം എന്താ? അയ്യേ, ഞാൻ ചീറ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല. ഞാൻ ലൈവിലൊന്നും അല്ലായിരുന്നു. ഓക്കെ, ബ്ലോക്ക് അടിക്കപ്പോൾ ബ്ലോക്ക് ഡിലീറ്റ് ആകട്ടെ. ശരിയല്ല. ഒരു ചെറിയ ചക്ക കരഞ്ഞ് കാല് പിടിച്ചപ്പം എന്താണെന്നറിയാൻ വേണ്ടി ഞാനൊരുത്തരെ വിളിച്ചു. ഏതോ നാട്ടിലെ പയ്യന്മാർക്ക് കാമപ്രാന്ത്.
ഞാൻ ഇങ്ങനെ കരഞ്ഞപ്പോ എനിക്ക് അങ്ങ് സങ്കടം വന്നു. പക്ഷെ നാട്ടിലാണ്, പട്ടിക്കാട് താമസിക്കുന്നത്. പക്ഷെ ചെക്ക പൊളിയാ, പക്ഷെ വൃത്തിയായിട്ടാണ് തോന്നുന്നു. അവൻ്റെ കൈ മുഖമൊന്നും കാണാനില്ല ചില സമയത്ത്. കൈ കൊണ്ട് വല്ല പണിയായിരിക്കും.